അതല്ല, ഇത് ഞാൻ മാത്രം നടത്തുന്ന ഫംഗ്ഷൻ ആയിരുന്നെങ്കിൽ എന്റെ കയ്യിൽ തൊട്ടവന്റെ കയ്യും കാലും ഞാൻ തല്ലി ഓടിച്ചേനെ. നിങ്ങളത് ചെയ്യും. അതിന്റെ തെളിവാണല്ലോ നിങ്ങളുടെ മകള് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോ ഞങ്ങളോട് കാണിച്ചത്. മിത്ര നിങ്ങളോടൊക്കെ എന്ത് ചെയ്തു എന്നാ? ഞങ്ങളോട് ചെയ്തില്ല. പക്ഷേ ഇവളുണ്ടല്ലോ, ഈ നിൽക്കുന്ന നന്ദിനി, ഇവളോട് എന്താ ചെയ്തതെന്ന് ചോദിച്ചു നോക്ക്. നന്ദിനി ഞങ്ങളുടെ കൂടെയാ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. അവളെ വിളിച്ച് അവളുടെ തോളില് കാല് കയറ്റി വെച്ച് കാല് തിരുമ്മി കൊടുക്കാൻ പറഞ്ഞു നിങ്ങളുടെ മോള്. ആ അഹങ്കാരവും ഞങ്ങൾ സഹിക്കണം. ജോലിക്കാരൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അവരോടൊക്കെ എങ്ങനെ പെരുമാറണമെന്നും അവരെ എവിടെ നിർത്തണമെന്നും എന്റെ മോക്ക് നന്നായിട്ട് അറിയാം. ഓ, അല്ലാതെ നിങ്ങളെപ്പോലെ എച്ചിലിലെ പെറുക്കുന്നവരെയൊക്കെ അഴിച്ചു വിട്ടിരിക്കുവല്ല. സമ്മതിച്ചു. ഞങ്ങള് വേലക്കാരെ അഴിച്ചു വിട്ടിരിക്കുക. അത് ഞങ്ങളുടെ സൗകര്യം. ഈ നിൽക്കുന്ന മനുഷ്യനുണ്ടല്ലോ ഞങ്ങളുടെ ഡാഡിയെക്കാളും മൂത്ത ആളാ. സോ ഞങ്ങൾ കൊടുക്കുന്ന ബഹുമാനം ഞങ്ങളുടെ ബന്ധുക്കളാകാൻ പോകുന്ന നിങ്ങളും ആ മനുഷ്യന് കൊടുത്തിരിക്കണം. അദ്ദേഹത്തെ കൈനീട്ടി അടിച്ചതിന് മാപ്പ് പറഞ്ഞേ പറ്റൂ. മാപ്പ് പറയണോ? എന്റെ ഭർത്താവോ? നിങ്ങളുടെ ഭർത്താവിന് എന്താ കൊമ്പുണ്ടോ? തെറ്റ് ചെയ്തിട്ടല്ലേ? അപ്പൊ മാപ്പ് പറഞ്ഞേ പറ്റൂ. അതെ, അവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ടല്ലോ. മോനെ, നിങ്ങൾ നിൽക്ക്, ഞാനിപ്പോ വരാം. കേരളത്തെ പിടിച്ചുകുലുക്കിയ പല രാഷ്ട്രീയ സംഭവങ്ങളുടെയും നടുവിൽ